ഇന്ന് ചിത്തൂസ് ഡേ ഔട്ടാണ് കേട്ടോ. ഞങ്ങൾ ക്രിസ്മസ് അവധിക്കാലത്ത് ഇത്തവണ എങ്ങോട്ടും പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഉണ്ണി വീട്ടിലുണ്ടായിരുന്നില്ല. ഉണ്ണിക്ക് ക്യാമ്പായിരുന്നു. അപ്പോൾ ക്യാമ്പ് കഴിഞ്ഞിട്ട് അവൾ ഇന്നലെയാണ് വീട്ടിലെത്തിയത്. എത്തിയ സമയം മുതൽക്ക് തന്നെ കുട്ടി പറയാൻ തുടങ്ങിയിരിക്കുന്നു, വാവച്ചി വായോ വായോ നമുക്ക് എവിടേക്കെങ്കിലും പോവാന്ന്. വാവച്ചിയാണെങ്കിൽ വന്നിരിക്കുന്ന അവസ്ഥ വളരെ കഷ്ടമാണ്. മിണ്ടാനും വയ്യ, ശബ്ദം പോയണ്ണു. കുട്ടി ആകെ അവശയായിട്ടാണ് ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുന്നത്. പക്ഷേ ഇവളെ കണ്ടതും ഇവൻ വാശി പിടിക്കാൻ തുടങ്ങി. വാവച്ചി വന്നല്ലോ ഇനി നമുക്ക് പോവാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എങ്ങടാ പോവുക ചോദിച്ചാൽ പാർക്കിലേക്ക്. പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച് ഇവിടെ അടുത്തെവിടെയെങ്കിലും കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. കാരണം നാളെ മുതൽ ഉണ്ണി എന്ന് പറഞ്ഞാൽ 9 ഫെബ്രുവരി, അവൾക്ക് നാളെ മുതൽ പ്രോഗ്രാംസ് സ്റ്റാർട്ടുമാണ്. അപ്പോൾ സമയവുമില്ല. അപ്പം എന്നാൽ എങ്ങോട്ടെങ്കിലും പാർക്കിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഈ കുട്ടി എന്താ പറഞ്ഞറിയോ, വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്ന പാർക്ക്, വാട്ടർ തീം പാർക്കിലേക്കാണ് അവന് പോകേണ്ടത്. ഉണ്ണിക്കാണെങ്കിൽ ആ ഭാഗമൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഇവൻ എന്താ ചോദിക്കണമെന്നറിയോ, പിന്നെ ഉണ്ണിക്ക് കാടുകളും മുളകളൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കാൻ അവൾ പറയണ സ്ഥലത്തേക്കൊക്കെ ഉമ്മയും അമ്മച്ചിയും പപ്പയും ജമാമയൊക്കെ കൊണ്ടുപോകാറുണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞാൽ എന്താ ഒന്ന് പോകുന്നത്. അപ്പോൾ ഈ കുട്ടി വാട്ടർ തീം പാർക്കുകളിൽ ഇഷ്ടംപോലെ തവണ പോയിട്ടും കളിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ വാശിയുണ്ട് പിടിക്കുന്നേക്ക് ഇന്ന് പോകണമെന്ന് പറഞ്ഞാൽ. അങ്ങനെ അവസാനം ഞങ്ങൾ അവനെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു ഈ ഫാൻറ്റസി പാർക്കിലേക്ക്. ഇവിടെ ധാരാളം വെള്ളത്തിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന റൈഡ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ള ഒരുവിധ റൈഡുകളിലൊക്കെ കയറി നിറങ്ങിയിരിക്കണം അങ്ങോട്ട്. വെള്ളത്തിൽ കളിക്കാച്ചാൽ അവന് ജീവനാണ്, വേറെ ഒന്നും വേണ്ട. ഇവിടെ ഒരു മത്സ്യക്കുളം ഉണ്ട്, അതിൽ നീന്തി കളിച്ചും കൊണ്ടാണ് ഏത് നേരവും. അപ്പോൾ പിന്നെ അവിടെയുള്ള റൈഡുകളിലൊക്കെ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ പടം ഇങ്ങനെ കംപ്ലീറ്റ് എടുക്കാൻ കഴിയില്ല. എല്ലാ റൈഡുകളിലെയും പടമൊന്നും എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഒരുപാട് ആളുകൾ വരുന്നതാണ്. അപ്പോൾ പലരും പല വേഷത്തിൽ പിന്നെ നനഞ്ഞും മറ്റും ഇരിക്കുന്നത് കൊണ്ട് അവരുടെ സ്വകാര്യത കൂടി നമ്മൾ മാനിക്കണമല്ലോ. അതുകൊണ്ട് അവനിങ്ങനെ കളിക്കുന്ന ചെറിയ ചെറിയ പോർഷൻസ് മാത്രമാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളത്. എന്നാലും ഇഷ്ടംപോലെ എല്ലാ റൈഡുകളിലും കയറി നിരങ്ങി അവൻ കളിച്ച് രസിച്ച് ഇങ്ങോട്ട് തിമിർത്തു. അവസാനം അവിടെ ഒരു ഡാൻസ് കളിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ ഡാൻസ് കളിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് പിടിച്ച് കയറ്റാൻ ഞാൻ പാടുപെട്ടണു. എന്നിട്ട് ഇനി സമയം കഴിഞ്ഞു, ഇപ്പോൾ എല്ലാം പടയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറ്റി കൊണ്ടുപോയത്.